അപ്പോ ദേവനന്ദയുടെ ഇതിലെ ക്യാരക്ടറിനെ കുറിച്ചൊന്ന് പറയാം, നമ്മുടെ സുമതി വളവിലെ ക്യാരക്ടറിനെ കുറിച്ചിട്ട്. ഞാൻ സുമതി വളവില് അർജുൻ ചേട്ടന്റെ പെങ്ങളുടെ മോളായിട്ടാണ് അഭിനയിക്കുന്നത്. ഇതില് ഒത്തിരി എന്താണ് അർജുൻ ചേട്ടന്റെ കൂടെ നല്ല നല്ല സീൻസ് ഉണ്ട്. ഇപ്പൊ ശ്രീപത്തിന്റെ കൂടെ ആണെങ്കിലും എനിക്ക് അത്യാവശ്യം എല്ലാവരുടെയും കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. പിന്നെ കുറച്ച് നല്ല സീൻസ് ഇപ്പൊ ഫെസ്റ്റിവൽ സോങ് ആണെങ്കിലും സോങ്സിൽ ഭാഗമാകാൻ പറ്റി. അങ്ങനെ ഒരു ഫൺ ക്യാരക്ടറാണ് ഞാൻ. അങ്ങനെ ചെയ്യാത്തൊരു കുറച്ച് സീൻസ് ഉണ്ട് ഇതില്. അത് എല്ലാവർക്കും ഒരു ഫണ്ണായിട്ട് എടുക്കാൻ പറ്റുന്നതായിരിക്കും. എന്റെയും ശ്രീപത്തിന്റെയും കോംബോ ആണെങ്കിലും എല്ലാം. അത് ഞങ്ങൾ ഇപ്പൊ മാളികപ്പുറത്തിന് ശേഷം പിന്നെ ഈ സിനിമയിലാണ് കോംബോ പിന്നെയും വരുന്നത്. നിങ്ങളുടെ ആ ഒരു ഡയറക്ടറും റൈറ്ററും എല്ലാവരും ഇപ്പൊ മാളികപ്പുറത്തിന്റെ ഒരു റീയൂണിയൻ പോലെ അല്ലേ? ഇപ്പൊ റൈറ്ററായിട്ട് അഭിലാഷ് ചേട്ടൻ, വിഷ്ണു ചേട്ടൻ, നമ്മുടെ മ്യൂസിക് ചെയ്യുന്ന രഞ്ജൻ ചേട്ടൻ, സൈജു അങ്കിൾ, അങ്ങനെ ഒത്തിരി പേര് ഒന്നിച്ച് പിന്നെയും കൂടുന്ന ഒരു സിനിമയാണ്. അപ്പൊ അതില് ഒത്തിരി സന്തോഷമുണ്ട്. നമ്മള് ഓൾറെഡി കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്തൊരു ടീമിന്റെ കൂടെ പിന്നെയും വർക്ക് ചെയ്യുമ്പോൾ അത് ഭയങ്കര നമുക്ക് തന്നെ ഒരു സന്തോഷമാണ്. അത് പിന്നെയും ഇവരുടെ കൂടെ സിനിമ ചെയ്യുമ്പോ ഭയങ്കര ഒരു ഹാപ്പിനെസ്. ഭയങ്കര ഹാപ്പിനെസ്. അക്കൗണ്ട് ഒക്കെ പോയിട്ട് തിരിച്ചു കിട്ടിയല്ലോ അല്ലേ? പോയവരെ പിടിച്ചോ? ആരാ എടുത്തിട്ട് പോയെന്നൊക്കെ മനസ്സിലായോ? അത് അറിയില്ല. പുറത്തുള്ള ആരോ ഹാക്ക് ചെയ്തതാണെന്ന് അറിയാം. അത് എന്തോ ചെയ്യാൻ നോക്കിയിട്ട് അത് ഫുൾ തെറ്റായി പോയത് കൊണ്ട് എന്റെ അക്കൗണ്ട് ഫുൾ ബ്ലാങ്ക് ആയി പോയി. ആർക്കും ഇത്ര ചെറിയ കുട്ടീനോട് ഇത്ര ദേഷ്യം വൈരാഗ്യമൊക്കെ അതൊക്കെ എടുത്തിട്ട് പോകാനായിട്ട്? ഈ 12 വയസ്സുള്ള ആൾക്ക് നെഗറ്റീവ് കമന്റ്സ് വരുന്നുണ്ട്. അപ്പൊ പിന്നെ അതിനെ പോലും വെറുതെ വിടുന്നില്ല അല്ലേ? അപ്പൊ ഇതൊക്കെ ഇങ്ങനെ വായിക്കാറുണ്ടോ അതോ അവര് പറയാറുണ്ടോ? വായിക്കാറില്ല അങ്ങനെ. ഇപ്പോ മിക്കപ്പോഴും ഞാനൊരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ആയിരിക്കും ഇപ്പൊ മീഡിയ വന്ന് വീഡിയോ എടുക്കുന്നത്. മീഡിയ എപ്പോഴും ഭയങ്കര റെസ്പെക്ട്ഫുൾ ആയിട്ടാണ് നിൽക്കാറ്. പക്ഷെ അതിന്റെ അടിയിൽ ഈ ഫേക്ക് അക്കൗണ്ട്സ് വരിക അങ്ങനെ ചെയ്യുന്നത് ഞാൻ അങ്ങനെ കമന്റ്സ് വായിക്കാൻ പോകാറില്ല. പക്ഷെ അറിയാറുണ്ട് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന്. അച്ഛനമ്മയും കൃത്യമായിട്ട് പറഞ്ഞു ഓക്കെ ഇപ്പൊ ഇങ്ങനാണ്, ഇന്ന രീതിയിലാണ് ആൾക്കാർ കാണുന്നത്, ഓക്കെ അത് അറിയാറുണ്ട്. പക്ഷെ അല്ലാതെ ഇപ്പൊ അതിനെ കുറിച്ച് ചിന്തിച്ച് സങ്കടപ്പെട്ടിരിക്കുക, നമ്മള് പറഞ്ഞൊരു കാര്യത്തിനെ കുറിച്ച് അത് ആയി, ഓക്കെ അത് വിടുക, അടുത്ത കാര്യത്തിലേക്ക് പോകുക. അത്രേ ഉള്ളൂ. ഇവളുടെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. കാര്യം വളരെ ഇത്രയും പ്രൊഫഷണൽ ആയിട്ട് ഇത്രയും ചെറിയ കുട്ടി ഇതെങ്ങനെ സംഭവിക്കുന്നത്? ശരിക്കും എത്ര വയസ്സുണ്ട്? അങ്ങനെ തോന്നിപ്പോ ഭയങ്കര ഇത്രയും പ്രൊഫഷണൽ ആയിട്ട് ഞങ്ങൾ കൂടി കാര്യങ്ങൾ ഡീൽ ചെയ്യാറില്ല. എനിക്ക് 25-ാം തീയതി 12 വയസ്സാവും. അയ്യോടാ. ഞാനൊക്കെ മറ്റേ മീൻ വയൽ എന്ന് പറഞ്ഞിട്ട് ഈ പ്രായത്തിലൊക്കെ നമ്മളൊക്കെ എന്തായിരുന്നല്ലേ? ജനറേഷൻ ഗ്യാപ്പും ഭയങ്കരമായിട്ട് എനിക്ക് തോന്നുന്നു. ടെക്നോളജി കാരണം അവർ ഭയങ്കര മെച്ചുവേർഡ് ആയി. നമ്മളിപ്പോഴും കുട്ടികളി മാറിയിട്ടില്ല. അല്ല പക്ഷേ ദേവനന്ദയുടെ പേരൻസിനും ഭയങ്കര ഒരു അവർക്ക് ആണല്ലോ കുറച്ചുകൂടെ ഒരു ക്ലാപ്പ്. അത്ര മെച്ചൂരിറ്റി ഇല്ല. ചില്ല് മൂഡ് അച്ഛനാണ്. എനിക്ക് എന്നെ കുറിച്ച് ഉത്തരം പറയേണ്ട ക്വസ്റ്റ്യൻസിന് ക്ലിയർ ആയിട്ട് ഉത്തരം പറയും. ബാക്കി ആരെ കുറിച്ചും പറയൂല. എത്ര വയസ്സ്? മാളികപ്പുറത്തിന് ശേഷമാണ് ഇങ്ങനത്തെ ചോദ്യം എല്ലാം വന്നു തുടങ്ങിയത്. അതല്ല ആദ്യമൊക്കെ നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോഴത്തേക്ക് മറ്റേ കുഞ്ഞു പിള്ളേരെ ചുച്ചിടു ഞങ്ങൾ കളിക്കുമായിരുന്നു. ആ സമയത്തൊക്കെ ഫുൾ ഞങ്ങള് ഫണ്ണായിട്ടായിരിക്കും ഇരിക്കുന്നത്. പക്ഷെ എന്തെങ്കിലും ഇങ്ങനെ നമ്മൾ പറയേണ്ട നമ്മുടെ മനസ്സിലുള്ളത് കൺവേ ചെയ്യേണ്ട സമയത്ത് കൺവേ ചെയ്യും. അത് ഭയങ്കര ഒരു പ്ലസ് പോയിന്റ് ആണ്. ഒരു കുട്ടി ഇത്ര രസമായിട്ട് കാര്യങ്ങള് ഇപ്പൊ ഒരു സീനകത്താണെങ്കിലും അവള് കൃത്യം ഡയലോഗ് പഠിച്ചിട്ട് അവള് അത്ര രസമായിട്ടാണ് പെർഫോം ചെയ്യുന്നത്. കട്ടക്ക് നിൽക്കും. നമ്മള് നീ കുട്ടിയില്ലേ കുറച്ച് പേര് തെറ്റിച്ചു പറയാൻ തോന്നുന്നു. ചേട്ടനെ കുറച്ച് തെറ്റിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞോളൂ. അതിന് കിടക്കൊന്നുമില്ല സംസാരം. ഞാൻ പറ്റില്ല. ശ്രീപത്ത് ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് കട്ടക്കാണ് ഫുൾ ടൈം നിൽക്കാറ്. പക്ഷെ ശ്രീപത്തിനെ നമുക്ക് പിടിക്കാൻ പറ്റും. ശ്രീപത്ത് സിമ്പിളാണ്, അവൻ പാവാണ്. ഇവള് മറ്റേ ഭയങ്കര പാവാണ്. പക്ഷെ നിൽക്കുന്ന ബുദ്ധി ബുദ്ധി കൂടുതലുണ്ട്. മോള് ചേട്ടന്മാരും ചേച്ചിമാരും അല്ലേ? ഒരു ദാക്ഷിണ്യൊക്കെ കാണിക്കണം. ഗോകുലേട്ടാണെങ്കിൽ ഇവള് സംസാരിക്കുമ്പോ ഇങ്ങനെ വണ്ടടിച്ച് ഇങ്ങനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. എന്താ സംഭവം? എനിക്ക് ഞാൻ ആലോചിക്കായിരുന്നു ഒരു ഭാവി ജനങ്ങൾക്ക് വേണ്ടിയൊക്കെ സംസാരിക്കാനൊക്കെ സാധ്യതയുള്ള ഒരു പൊളിറ്റീഷ്യനൊക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ ഞാൻ ആലോചിക്കുമായിരുന്നു.